Hey guys, it's me Rohith and welcome back to another vlog. Guys, അപ്പോൾ ഇന്ന് നമ്മുടെ ബാക്കിൽ കിടക്കുന്ന നമ്മുടെ DC അവന്തിയാണ്. ഇതൊരു 2015 മോഡൽ DC അവന്തിയാണ്. ഞാൻ ഇതിന് മുമ്പ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ DC അവന്തിയിനകത്ത് നമ്മൾ സൺറൂഫ് സെറ്റ് ചെയ്യുന്നുണ്ടെന്ന്. ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും കാണാം നമ്മൾ ഇതിനകത്ത് ഒരു ഓട്ടോമാറ്റിക് സൺറൂഫ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വെബാസ്റ്റോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ സൺറൂഫാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആയിരിക്കും നോക്കുന്നത്. സോ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണാൻ ഡെഫിനറ്റ്ലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലുള്ള കിടിലൻ കാർ ആൻഡ് ബൈക്ക് മോഡിഫിക്കേഷൻ വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് ബാക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ വേറെ ഒരുപാട് പ്രോജക്റ്റുകൾ വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. അപ്പം നമുക്ക് ലാഗ് ഇല്ലാതെ ഡയറക്റ്റ് വീഡിയോ ഇട്ട് അങ്ങ് പോകാം. പിന്നെ ഈ കംപ്ലീറ്റ് വർക്കും ചെയ്തേക്കുന്നത് നമ്മുടെ സിറുട്ടു ഗ്യാരേജിൽ നിന്നാണ്. നിങ്ങൾക്ക് ഇതുപോലെ കസ്റ്റമൈസേഷൻ ചെയ്യണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇന്ത്യൻ സൂപ്പർ കാർ ആയിട്ടാണ് അറിയപ്പെടുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം DCയുടെ അവന്തി എന്ന് പറഞ്ഞ മോഡലാണിത്. അപ്പോൾ ഈ ഒരു വണ്ടിക്കകത്ത് നമ്മുടെ 2015 ഈ മോഡലിനകത്ത് നമുക്ക് സൺറൂഫ് വന്നിട്ടില്ല. അപ്പം നമ്മുടെ ഇതിൻ്റെ കസ്റ്റമറിന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു സൺറൂഫ് സെറ്റ് ചെയ്യണമെന്ന്. അങ്ങനെയാണ് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതും നമ്മൾ ഈ ഒരു സൺറൂഫിനകത്ത് സെറ്റ് ചെയ്യുന്നതും. ഇപ്പോൾ ക്ലോസ് വന്ന് നിങ്ങൾക്ക് കാണാം ആ ഒരു സൺറൂഫ് വെച്ചേക്കുന്ന ആ ഒരു പെർഫെക്ഷൻ നോക്കിയേ. ലൈക്ക് ആരും പറയത്തില്ല ഇതൊരു ആഫ്റ്റർ മാർക്കറ്റ് സൺറൂഫ് ആണെന്ന്. ഇതെന്ന് പറഞ്ഞാൽ വെബാസ്റ്റോയുടെ സൺറൂഫാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. ഈ വെബാസ്റ്റോൻ്റെ ഓട്ടോമാറ്റിക് സൺറൂഫാണ് ഉപയോഗിച്ചേക്കുന്നത്. ഇതിൻ്റെ വാറണ്ടിയൊക്കെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഒരുപാട് പേർക്കും ഡൗട്ടുള്ളൊരു കാര്യമാണിത്. ഈ ഒരു സൺറൂഫിന് 1 ഇയർ ആണ് മോട്ടോർ പാർട്സിനും അതിനെല്ലാം വാറണ്ടി വരുന്നത്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇപ്പം എല്ലാവർക്കും രണ്ടാമത്തെ മെയിൻ ഡൗട്ടും ടെൻഷനുള്ളൊരു സാധനം, ഈ ഒരു സൺറൂഫ് നിങ്ങൾ ഏത് വണ്ടി ആയിക്കോട്ടെ ഏത് വണ്ടി വെച്ചാലും ലീക്കോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നാൽ പിന്നെ എന്ത് ചെയ്യും? കാരണം നമ്മൾ ഒരു വണ്ടിയുടെ റൂഫാണ് കട്ട് ചെയ്ത് മാറ്റുന്നത്, എന്നിട്ടാണ് ഈ ഒരു സംഭവം ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ടെൻഷൻ ഉണ്ടായിട്ടാണ് നിങ്ങളിത് വെക്കാതിരിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ 02 എന്നാണ് നിങ്ങളിത് പണിഞ്ഞിറക്കുന്നതെങ്കിൽ ഇൻ കേസ് നാളെ നിങ്ങൾക്ക് ഈ വണ്ടിക്കകത്ത് ലീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ നിൽക്കത് ക്ലിയർ ചെയ്ത് തരും. കാരണം ലൈഫ് ടൈം ലീക്കേജ് വാറണ്ടിയും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. കാരണം ഇത് അത്രയ്ക്കും ട്രസ്റ്റഡും നമ്മൾ ഒരുപാട് വണ്ടിയിലും ഈ ഒരു സൺറൂഫ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലും ഒരുപാട് പ്രോജക്റ്റ് കാസ് നിങ്ങൾ കാണാൻ പോവാണ്. സോ അതിനൊക്കെ ആയിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒന്നുകൂടി ഞാൻ ജസ്റ്റ് റിമൈൻഡ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട. ഈ ദിവസം എൻ്റെ ഫംഗ്ഷൻസ് ഞാൻ കാണിച്ചു തരാം. അതിനുമ്പോൾ ആദ്യം വണ്ടിയുടെ ഒരു വാക്ക് അറൗണ്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, വണ്ടി എന്ന് പറഞ്ഞാൽ വിഷയമാണ്, വേറെ ലെവലാണ്. ഇപ്പം ആക്ച്വലി ഈ ഒരു വണ്ടി റെഡ് കളർ അതിൻ്റെ പേരിൽ തന്നെ വണ്ടി അന്യായ ലുക്കിലാണ്. എവിടെ നമ്മൾ വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞാലും പെട്ടെന്ന് 4 ആൾക്കാർ എന്തായാലും ശ്രദ്ധിച്ചിരിക്കും ഗൈസ്. അങ്ങനെ ഒരു ലുക്കാണ് ഈ ഒരു വണ്ടി. പിന്നെ ബൈ ദ വേ നമ്മളൊരു റിയാക്ഷൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ലൈക്ക് പോലീസുകാരുടെ റിയാക്ഷൻ, കോളേജ് സ്റ്റുഡൻസിൻ്റെ റിയാക്ഷൻ, അതെല്ലാം വെച്ചിട്ടൊരു റിയാക്ഷൻ വീഡിയോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണും. നിങ്ങൾ ഡെഫിനറ്റ്ലി കയറി അങ്ങനെയൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ ഇതിലായിരിക്കും. ഇന്റീരിയറിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കൊരു 2 സീറ്റർ വേരിയൻ്റ് ആണ് ഈ ഒരു വണ്ടി എന്ന് എല്ലാവർക്കും അറിയാം. 2 സീറ്റർ ആണ്. ബാക്കിലേക്ക് സീറ്റും കാര്യങ്ങളൊന്നും ഇല്ല. ബാക്കിലേക്ക് സീറ്റില്ല എന്നല്ല, ഫ്രണ്ടിലും ബാക്കിലും ബൂട്ട് സ്പേസും ഇല്ല. ഫ്രണ്ടിലെ എഞ്ചിനും ബാക്കിലെ എഞ്ചിനും ഫ്രണ്ടിലെ റേഡിയേറ്ററും അങ്ങനെയെല്ലാം ആണ് വന്നേക്കുന്നത്. ഇന്റീരിയറൊക്കെ നോക്കി ഒരു റെഡ് ടച്ചൊക്കെ ഇവിടെ എല്ലാം വരുന്നുണ്ട്. നമുക്ക് എന്താ ഒരു പക്ക ഒരു സൂപ്പർ കാറിനകത്ത് ഇരിക്കുന്ന ഫീലിംഗ് കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ സൺറൂഫിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതാണ് നമ്മുടെ സൺറൂഫ്. 3 സ്വിച്ച് നമുക്ക് ഇവിടെ കിട്ടും സൺറൂഫ് ഓപ്പൺ ചെയ്യാനുള്ളത്. ജസ്റ്റ് ഞാൻ വണ്ടി ഓണാക്കി കാണിച്ചു തരാം. നമുക്ക് സൺറൂഫ് ഓപ്പൺ ചെയ്യാനുള്ളൊരു സ്വിച്ചാണ് ആദ്യം കാണുന്നത്. അത്യാവശ്യം ഇത് ഇത്രയും ആണ് നമുക്ക് സൺറൂഫ് ഓപ്പൺ ആയി കിട്ടുന്നത്. അത്യാവശ്യം ഒരാൾക്ക് എണീറ്റ് നിൽക്കാം. കോ പാസഞ്ചറിനാണ് സുഖമായിട്ട്. ലൈക്ക് ഈ ഒരു വണ്ടി ഒന്ന് എണീറ്റ് നിൽക്കാനൊന്നും നിങ്ങളാരും പ്ലാൻ ചെയ്ത് ഞാൻ എന്നാലും പറഞ്ഞതാണ്. അത്യാവശ്യം നല്ല ക്യാബിൻ കുറച്ചും കൂടെ ഒരു സ്പേഷ്യസ് ആയ പോലെ ഫീലിംഗ് കിട്ടും. പിന്നെ വണ്ടിയോട് ഇഷ്ടമുള്ള എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് സൺറൂഫ്. പിന്നെ വേറെ ഇപ്പോൾ ലാൻസറിലോ പോളോയിലോ ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരാൾക്ക് എണീറ്റിരിക്കാം. പിന്നെ അടുത്ത സ്വിച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് സൺറൂഫ് ക്ലോസ് ചെയ്യാനുള്ളതാണ്. കേട്ടോ, നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സൺറൂഫ് ക്ലോസ് ആവുന്നതാണ്. പിന്നെ ഈ ഒരു സ്വിച്ച് എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടാണ് നമുക്ക് ബാക്കിൽ ഈ ഒരു സൈഡ് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാട് പേര് ഇതിൻ്റെ മെക്കാനിസം കാര്യങ്ങളെല്ലാം ചോദിച്ചായിരുന്നു. അപ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ മെക്കാനിസം. വണ്ടിയുടെ അല്ല, ഇതാണ് ഈ സൺറൂഫിൻ്റെ മെക്കാനിസം. ഇനി ജസ്റ്റ് ഇതിൻ്റെ എൻജിൻ സൈഡ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. വണ്ടിയുടെ എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ മറ്റേ ലംബോർഗിനി അവന്റിഡോറിൻ്റെ ഒരു ഡിസൈനൊക്കെയാണ്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഗൈസ് പേഴ്സണലി ഒരുപാട് പേര് ചോദിച്ചായിരുന്നു ഈ വണ്ടി നമ്മൾ ഒരുപാട് സ്ഥലത്ത് കൊണ്ടിട്ടപ്പോഴത്തേക്ക് ലൈക്ക് കുറച്ച് ബീറോൾ ഷോട്ട്സൊക്കെ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വണ്ടി പുറത്തോട്ടൊക്കെ ഇടുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഇത് ലംബോർഗിനി ആണോ എന്നാണ് പെട്ടെന്ന് ചോദിക്കും. കാരണം ബാക്കിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ലൈക്ക് വണ്ടി അറിയാവുന്നവർക്കറിയാം ഇത് DC ആണ്, ലംബോർഗിനി അല്ല. പക്ഷേ എന്നാലും ഇതുപോലൊരു വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ റെയർ ആയിട്ടാണ് നമ്മുടെ ഈ റോഡിൽ കൂടെ ഒക്കെ പോകുന്നത്. അപ്പോൾ ഇങ്ങനൊരു വണ്ടി പോകുമ്പോഴത്തേക്ക് നോർമലി എല്ലാവരും മനസ്സിൽ ആദ്യം വരുന്നൊരു സൂപ്പർ കാർ അല്ലെങ്കിൽ സ്പോർട്സ് കാർ എന്ന് പറഞ്ഞാൽ ലംബോർഗിനിയാണ്. ഒബ്വിയസ്ലി അത് തന്നെ വരും എല്ലാവർക്കും. ഇതാണ് നമ്മുടെ എൻജിൻ റൂം. ഹൈഡ്രോളിക് ആണ്.
കണ്ടോ ഇവിടെ നോക്കി, ഇതാണ് നമ്മുടെ എഞ്ചിൻ. 2 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. ഇതിനകത്ത് അത്യാവശ്യം എൻ്റെ മോനെ പവർ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അന്യായം പവറാണ്. ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ആക്ച്വലി റെയർ ആണ് ഗൈസ്. ഈ വണ്ടി ലൈക്ക് നിങ്ങൾക്കൊരു അറ്റൻഷനൊക്കെ ഇഷ്ടമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഇതുപോലൊരു വണ്ടിയിലൊക്കെ എവിടെ പോയി നിന്നാലും ഒരുപാട് പേര് നോക്കും. അതിൻ്റെ വീലൊക്കെ നോക്കി ഒരു രക്ഷയില്ല. വണ്ടി കുറച്ച് ദൂരെ നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര രീതിയിൽ റോഡുമായിട്ട് ഭയങ്കര രീതിയിൽ കണക്ട് ചെയ്ത് പോകുന്നതൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. സൗണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. വണ്ടി ഓടി പോകുമ്പോഴത്തേക്ക് ആ ഒരു കട്ട് ഓഫ് ഒക്കെ അടിക്കണം, വേറെ ലെവലാണ്. ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കി ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. വണ്ടി പൊളിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിക്കകത്ത് സൺറൂഫും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. ഇതുപോലെ ഇതേ സെയിം സൺറൂഫ് വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാൻഡ്രോമിക് വേണമെങ്കിൽ പാൻഡ്രോമിക് സെറ്റ് ചെയ്യാം. ഇനി വേറൊരു കുറച്ച് ആൾക്കാർക്ക് ഡൗട്ട് വേറൊരെണ്ണം കാണും. ഇപ്പോൾ ഈ ഒരു സൺറൂഫിനകത്ത് നമുക്ക് ആക്ച്വലി ബ്ലൈൻഡ്സ് വന്നിട്ടില്ല, ഒരു കർട്ടൻ വരും അകത്ത്. നിങ്ങൾക്ക് അതുള്ള മോഡൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതും സെറ്റ് ചെയ്യാം. പക്ഷേ ഓരോന്നിനും പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടൊക്കെ വേരി ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ഈ വണ്ടി നമുക്ക് ഡെലിവറി ആവാറായി. സോ ഇതുപോലുള്ള കിടിലം വീഡിയോസിനും അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് @rohith അല്ലാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട. കാരണം ബൈക്ക് ആൻഡ് കാർ റിലേറ്റ് ചെയ്ത് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. ജസ്റ്റ് ഇങ്ങോട്ടൊക്കെ കാണിച്ച് ഞാൻ ചെറിയൊരു ക്ലൂ മാത്രം തരാം. കണ്ട ഒരു ബെലേനോ കിടപ്പുണ്ട്, അതുപോലെ തന്നെ ഒരു ലാൻസറും കിടപ്പുണ്ട്. ആക്ച്വലി ഇതെല്ലാം പ്രോജക്റ്റാണ്, അടുത്ത പ്രോജക്റ്റാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. പിന്നെ വേറൊരു കിടിലം വീഡിയോ ഉടനെ വരുന്നുണ്ട്. ജസ്റ്റ് ഫോളോ ഒരു കിടിലൊരു സാധനം ഇപ്പം കാണിച്ചു തരാം. നിങ്ങളെല്ലാവരും ലൈക്ക് വണ്ടി ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെ ആഗ്രഹമാണ് ഒരു ലാൻസറൊക്കെ എടുത്ത് പക്ക രീതിക്ക് മോഡിഫൈ ചെയ്യണമെന്ന്. അങ്ങനെ കിടിലൊരു ഐറ്റം നമ്മുടെ കിടപ്പുണ്ട്, അതിൻ്റെ വീഡിയോ ഉടനെ വരും. അത് നമ്മുടെ സ്വന്തം പ്രോജക്റ്റ് കാറാണ് കിടക്കുന്ന. അതൊരു ലാൻസറാണ്, പക്ഷേ അത് മോഡിഫൈ ചെയ്തേക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു വണ്ടി പ്രാന്തനും ഇഷ്ടപ്പെടുന്ന രീതിക്കാണ്. അപ്പോൾ ഉടനെ അതിനൊരു ബാക്കി ഫുൾ വീഡിയോ വരുന്നുണ്ട്. ഓൾറെഡി ഒരെണ്ണം ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഉടനെ വരുന്നുണ്ട്. അപ്പോൾ അടുത്ത കിടിലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരാ. ബൈ ഗായ്സ്.